കൗണ്ട് ഡൗൺ തുടങ്ങി. ഇടിമുഴക്കത്തിന് കാതോർത്ത് കൊച്ചി. കൈക്കരുത്തിന്റെ മനക്കരുത്തിന്റെ പിൻബലത്തിൽ ഇടിക്കൂട്ടിൽ പോരുകാളകളെപ്പോലെ ഏറ്റുമുട്ടുന്ന ലോക ബോക്സിംഗ് താരങ്ങളുടെ മിന്നും പ്രകടനം കാത്ത് കൊച്ചി നാളുകൾ എണ്ണി തുടങ്ങി. ബോക്സിംഗ് റിംഗിലെ ഇതിഹാസങ്ങളായ WBC വുമൺ ലോക ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ഹന്ന ഗബ്രിയേൽ, ലോക ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ബോക്സിംഗ് ചാമ്പ്യൻ അഡ്രോൺസ് മാക്കിഗി, ബോക്സിംഗ് കോച്ച് ഗ്രീൻ റൊണാൾഡ്, നാഷണൽ സ്പോർട്സ് മിഷൻ ചെയർമാൻ നെടുമൺകാവ് ഗോപാലകൃഷ്ണൻ, നാഷണൽ സ്പോർട്സ് മിഷൻ സംസ്ഥാന പ്രസിഡന്റ് ഷിജു മാത്യു, WBC മാനേജർ അതുൽ സതീശൻ, WBC സൗത്ത് ഇന്ത്യൻ അംബാസഡർ അഡ്വക്കേറ്റ് KV ബാബു, ഡോക്ടർ BR അംബേദ്കർ നാഷണൽ ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ ഉഷ കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ള പ്രമുഖരെ സാക്ഷിയാക്കി കൊച്ചി മാരിയറ്റ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ DJMC ചെയർമാനും WBC കെയർ മിഡിൽ ഈസ്റ്റിലെ ശ്രീലങ്കയിലെയും വേൾഡ് ബോക്സിംഗ് കൗൺസിൽ അംബാസഡറുമായ ഡൻസ്റ്റൺ പോൾ റൊസാരിയോ ലോക ഹെവി വെയ്റ്റ് DJMC സീരീസ് നമ്പർ 7 ക്രൗൺ മിഡിൽ ഈസ്റ്റ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ പ്രഖ്യാപനം നടത്തി. ടെലിവിഷൻ സ്ക്രീനിൽ മാത്രം കണ്ടുപരിചരിച്ച ഇടിപ്പൂരം നേരിട്ട് കാണാനുള്ള അവസരമാണ് കാണികൾക്കായി കൊച്ചിയിൽ ഒരുങ്ങുന്നത്. വേൾഡ് ബോക്സിംഗ് കൗൺസിൽ നാഷണൽ സ്പോർട്സ് മിഷന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ലോക ഹെവി വെയ്റ്റിംഗ് DJMC സീരീസ് നമ്പർ 7 കൗണ്ട് മിഡിൽ ഈസ്റ്റ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ഓഗസ്റ്റിൽ എറണാകുളം കടവന്തറ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. 7 പ്രൊഫഷണൽ ഫൈറ്റും 3 അമേച്വർ ഫൈറ്റും ഉൾപ്പെടെ 10 ടൈറ്റിൽ ബോക്സിംഗ് മത്സരങ്ങളാണ് ചാമ്പ്യൻഷിപ്പിൽ ഉണ്ടാകുകയെന്ന് ഡൻസ്റ്റൺ പോൾ റൊസാരിയോ പറഞ്ഞു. ബോക്സിംഗിലേക്ക് കേരളത്തിൽ നിന്നും കൂടുതൽ വനിതകൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ കടന്നു വരണമെന്ന് ഹന്ന ഗബ്രിയേൽ പറഞ്ഞു. ബോക്സിംഗ് ഓരോരുത്തരിലും ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് കൂടുതൽ ശക്തരാക്കി മാറ്റുന്നതിനാൽ യുവതലമുറ കൂടുതലായി ബോക്സിംഗിലേക്ക് കടന്നു വരണമെന്നും ഇടിക്കോട്ടിലെ പെൺപുലിയായ ഹന്ന ഗബ്രിയേൽ പറഞ്ഞു. I want to thank DJMC and Donald Green because I just recently became a part of this amazing team. And it's truly an honor. I want to refer to what Mr. Rosario was saying about, how important it is for boxing to be, for boxers to be in a platform that will motivate them. I haven't fought in a couple of years, and when I saw you hear me screaming when okay, I'm excited. Boxing. I have been a boxer for about 20 years and I have been a champion for about 13 years. And I have learned through boxing all of the amazing things that Mr. Rosario said. കേരളത്തിലെത്താൻ സാധിച്ചത് തന്നെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനമായിട്ടാണ് തോന്നുന്നതെന്ന് ചടങ്ങിൽ പങ്കെടുത്ത ലോക ഹെവി വെയ്റ്റിംഗ് ചാമ്പ്യൻ ബോക്സിംഗ് ചാമ്പ്യൻ അഡ്രോൺസ് മാക്കിഗി പറഞ്ഞു. കൊച്ചിയിൽ നടക്കാൻ പോകുന്ന ലോക ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ മികച്ച ഫൈറ്റ് തന്നെയായിരിക്കും നടക്കുകയെന്നും കാണികൾക്കിത് നേരിൽ കാണാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. DJMC ഓപ്പറേഷൻ മാനേജർ തുഷാന്തൻ തനിക്കസലം, നാഷണൽ സ്പോർട്സ് മിഷൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് പാലോളി അബ്ദുൽ ഹമാൻ, മാനേജിംഗ് ഡയറക്ടർ ഉഷ മഹേശ്വര റെഡ്ഡി തുടങ്ങിയവർ സംസാരിച്ചു. ബോക്സിംഗ് പരിശീലനം നടത്തുന്ന ജോഷ്മിയയ്ക്ക് വനിതാ ദിനാദരവായി ഹന്ന ഗബ്രിയേലും കുട്ടികളിൽ ബോക്സിംഗ് പരിശീലനം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി വിദ്യാർത്ഥിയായ അയൺ ടൈറ്റൻ ബോക്സിംഗ് ക്ലബ് കോച്ച് ഷാനവാസും ചടങ്ങിൽ ബോക്സിംഗ് ഗ്ലൗസുകൾ സമ്മാനിച്ചു. ഇന്ത്യ, ഓസ്ട്രേലിയ, അമേരിക്ക, മലേഷ്യ, ശ്രീലങ്ക, ഫിലിപ്പീൻസ്, UK ഉൾപ്പെടെയുള്ള 12-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ബോക്സിംഗ് താരങ്ങളാണ് കൊച്ചിയിലെ ഇടിക്കൂട്ടിൽ ഹെവി വെയ്റ്റിംഗ് ബോക്സിംഗ് പട്ടത്തിനായി ഏറ്റുമുട്ടുന്നത്. ന്യൂസ് ഡെസ്ക് ചാനൽ 91.